രാഹുലെ, എം പിമാരിൽ കെ സുധാകരന് ഇളവ് കിട്ടും എന്നൊരു വാർത്തയുണ്ട്. അത് അണികൾക്കിടയിൽ ഭയങ്കരമായ ആവേശം ഉണ്ടായിട്ടുണ്ട്. എന്ത് തോന്നുന്നു, സ്ഥിരീകരിക്കുന്ന രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും. ഇപ്പോൾ കോൺഗ്രസിന്റെ നേരത്തെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, എം പിമാർ മത്സരിക്കും എന്നുള്ള രീതിയിൽ. അതായത് യോഗ്യതയുള്ള എം പിമാർ മത്സരിക്കും. അതിനകത്ത് ചില നിബന്ധനകളൊക്കെ ആദ്യ സമയത്ത് വെച്ചിരുന്നുവെങ്കിലും പിന്നീട് ഇളവ് കൊടുത്തുകൊണ്ട് ചിലർക്ക് മാത്രം പരിഗണന കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു വന്നിരുന്നു. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതിനകത്ത് നമുക്കറിയാം ഇത്രയും എം പിമാരുണ്ട്. പക്ഷെ അതിനകത്ത് കേപ്പബിൾ ആയിട്ടുള്ള എം പി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുധാകരൻ തന്നെയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം ബാക്കി ഇപ്പോൾ ഷാഫി പറമ്പിലിന്റെ പേര് അതോടെ തന്നെ വന്നിട്ടുള്ള പേരാണ്. പക്ഷെ ഷാഫി പറമ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിൽ ഇപ്പോൾ ജയിച്ചിട്ടുള്ള മണ്ഡലമുണ്ട് വടകര. അപ്പോൾ വടകര വീണ്ടും ഒരു മത്സരത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള തോൽവിയിലേക്ക് പോകാനുള്ള സാധ്യത. അതെ, തീർച്ചയായിട്ടും. ഷാഫിയെ പോലെ ഒരു ആളുകളെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്ന ഒരു ക്രൗഡ് പുള്ളറെ കണ്ടെത്താൻ വലിയൊരു പാടാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സുധാകരനെ സംബന്ധിച്ച് നമുക്കറിയാം, കണ്ണൂർ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് അറിയാവുന്ന, കമ്മ്യൂണിസ്റ്റ് കണ്ണൂരിൽ നിന്നും കോൺഗ്രസിന്റെ കണ്ണൂരാക്കി മാറ്റിയ സുധാകരനെ എന്താണെങ്കിലും പരിഗണിക്കുമെന്നുള്ള രീതിയിൽ ചർച്ചകൾ വരുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത മന്ത്രിസഭ കോൺഗ്രസിന്റെ ആണ് വരുന്നതെങ്കിൽ എന്താണെങ്കിലും ഒരു മന്ത്രിയായിരിക്കും ആഭ്യന്തരമന്ത്രിയാകും എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പറയുന്നത് അദ്ദേഹത്തിന് ആഭ്യന്തരം കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ ആഭ്യന്തരമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കോൺഗ്രസിലെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് സുധാകരൻ നിയമസഭയിൽ ഉണ്ടാകണം, മന്ത്രിയാകണം എന്ന് തന്നെയാണ്. ആഭ്യന്തരമന്ത്രി ആകണമെങ്കിൽ അത്രയും നല്ലത്. കാരണം സുധാകരനെ പോലെ ആർജവമുള്ള, പോലീസിനോട് കയർത്തു നിൽക്കാൻ കഴിയുന്ന, പോലീസിനെ കൃത്യമായിട്ട് നിയന്ത്രിച്ചു പോകാൻ കഴിയുന്ന ഒരു നേതാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് പ്രധാനപ്പെട്ട കാരണം, ശബരിമല വിഷയം നടക്കുന്ന സമയത്ത് സാധാരണപ്പെട്ട മനുഷ്യരെ അടിക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലേക്ക് ഓടിയെത്തൊരു നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമ്പക്കുടി സുധാകരൻ തന്നെയാണ്. അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, അല്ലെങ്കിൽ നെഞ്ചി വിരിച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, ആർക്കാണ് അടിക്കേണ്ടത്? സാധാരണപ്പെട്ട ജനങ്ങളെ അടിക്കാതെ എന്നെ അടിക്കാൻ പറയുന്ന ഒരു സുധാകരനെ നമ്മൾ കണ്ടു, ഒരു കോൺഗ്രസിന്റെ നേതാവിനെ നമ്മൾ കണ്ടു. അതാവണം. ഇപ്പോൾ ഒരു സാധാരണപ്പെട്ട ഒരു പ്രവർത്തകര് ഇപ്പോൾ പോലീസ് ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നാണം കെട്ടാണ് പോലീസ് ഇപ്പോൾ പോകുന്നത് തന്നെ. കഴിഞ്ഞ ദിവസം തന്നെ ഉത്സവ പറമ്പിൽ അടി നടന്ന് ഒരു ചെറിയ പയ്യന്, 17 വയസ്സുള്ളൊരു പയ്യനെ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം. കേരളത്തിലൊരു പോലീസ് ഒരു ഫ്ലെക്സ് നശിപ്പിച്ചതിന് ഒരു നോട്ടീസ് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ പോലീസ് തന്നെ 5 മണിക്ക് മുമ്പ് നിന്റെ ജോലി ഞാൻ തെറിപ്പിക്കുമെന്ന് പറയുന്ന ധാർഷ്ട്യമുള്ള, പച്ചത്തെറി വിളിക്കുന്ന, കയ്യേറ്റം ചെയ്യാൻ കഴിയുന്ന യുവജന സംഘടന. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളം മാറിയൊരു മാറ്റം. പോലീസിനെ വരെ കയ്യിലെടുത്ത് അമ്മാനമാടാൻ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് കഴിയുന്നുണ്ടെങ്കിൽ, പാർട്ടിയുടെ ചെറിയ പിൻബലമെങ്കിലും ഉള്ള ഒരാൾക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ, പോലീസുകാരുടെ ഉള്ളിൽ അല്ലെങ്കിൽ പോലീസിന് വന്നൊരു മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ സാധാരണപ്പെട്ട മനുഷ്യരെ നമുക്കറിയാം, കുറച്ച് അടക്കി ഭരിച്ചെങ്കിൽ മാത്രമേ എല്ലാം സമാധാനത്തോടെ പോകത്തുള്ളൂ. കുറച്ച് സ്വാതന്ത്ര്യം കൂടിയതിന്റെ ഫലമാണ് പാർട്ടി കൊടുത്തിരിക്കുന്ന. അല്ല, സ്വാതന്ത്ര്യം വേണം, ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം. ഇത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പോലീസുകാരും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പോലീസുകാർക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്ത്, നമുക്കറിയാം ഒരു ഉത്സവം നടക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും അത് നിയന്ത്രിച്ചുകൊണ്ടുപോകാൻ ജനങ്ങളാണ് വരുന്നത്, സാധാരണപ്പെട്ട മനുഷ്യരാണ്. അവരെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാവരെയും അടിച്ചോടിച്ച് ഇനി ഇവിടെ ഉത്സവം വേണ്ട, ഒരു കുന്തവും വേണ്ട എന്ന് പറയുന്നതാണോ? എത്രയോ അനുഭവങ്ങളുണ്ട് കണ്ണൂരൊക്കെ, എത്രയോ അനുഭവങ്ങളായി കഴിഞ്ഞു. അതെ, കണ്ണൂർ മാത്രമല്ല കേരളത്തിലുടനീളം ഇന്ന് ഗാനമേളകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് തീർച്ചയായിട്ടും ഒന്ന് ആസ്വദിച്ചൊരു പാട്ട് കേൾക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. 10 മണി കഴിഞ്ഞാൽ ഒരു പരിപാടിയും ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി. എങ്ങനെയാണ് ഇവിടുത്തെ പോലീസിന്റെ കഴിവുകേട് എന്ന് വേണമെങ്കിൽ പറയാം. പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഗാനമേളയാകുമ്പോൾ പാട്ട് പാടും, ഡാൻസ് കളിക്കും. അപ്പോൾ അത് നിയന്ത്രിച്ച് കൃത്യമായിട്ട് മാർഗനിർദ്ദേശം കൊടുത്ത് അവിടുത്തെ പോലീസുകാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നാണ് ഒരു യാഥാർത്ഥ്യം. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോലും സാധാരണപ്പെട്ട നാട്ടിലെ പിള്ളേർക്ക് വെളിയിലിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പോലീസുകാർ അപ്പോഴേ ചോദ്യവും വഴക്കുമായിട്ട് വരും. പക്ഷെ അതിന് ആവശ്യമായ കാര്യത്തിനൊന്നുമില്ല. അല്ല, അവിടെയാണ് ഇപ്പോഴിപ്പോ ജി സുധാകരനെ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് എന്താണ്? ഇപ്പോഴും ഇവിടുത്തെ ലഹരി മാഫിയകളാണ് ഇവിടെ എല്ലാം ഭരിക്കുന്നത്. അതേപോലെ തന്നെ പോലീസും ലഹരി മാഫിയയുമായിട്ടുള്ള ബന്ധം വളരെ ബന്ധമുണ്ട്.
നമ്മൾ ഈ പറയുമ്പോൾ സാധാരണപ്പെട്ട മനുഷ്യനെ ലാത്തി കൊണ്ട് അടിച്ചോടിക്കാൻ കഴിയുന്ന പോലീസിനെ മാത്രമേ നാൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ കൊലയാളികളുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുന്ന പോലീസ്, കൊലയാളികൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന പോലീസ്. തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ പോലീസുകാർ തമ്മിൽ മദ്യപിച്ച് അടിയുണ്ടായ കഥയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. അല്ല, അത് പോലീസുകാർ തമ്മിൽ. പക്ഷെ ഇതെന്താണ്, ഇവിടുത്തെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കുന്ന പോലീസുകാരുണ്ട്, ഗുണ്ടാ പിരിവ് നടത്തുന്ന പോലീസുകാരുണ്ട് കേരളത്തിൽ, സ്പാ നടത്തുന്ന, ഇവിടെ മയക്കുമരുന്നും മദ്യവും വിൽക്കുന്ന പോലീസുകാരുണ്ട്. കടവന്ത്രയിൽ നിന്നും കുറച്ച് പോലീസുകാരെ പിടിച്ചെന്തിനായിരുന്നു? ഇപ്പോഴും അതായത് മേളിലുള്ള പോലീസുകാര് നോട്ടം വിട്ടുള്ള താഴെയുള്ള കുറച്ച് പോലീസുകാരുണ്ട്. സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ സിസ്റ്റം പോയില്ലേ, അത് അവരുടെ മന്ത്രി തന്നെ പറഞ്ഞല്ലോ. ഏതായാലും പോലീസിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറയുമ്പോൾ കെ സുധാകരൻ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജനം ഒരുപാട് അത്ര കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പോലീസിൽ. പിന്നെ ഒരു കാര്യം, പോലീസിന് നമ്മൾ ഇത്രയും കുറ്റം പറയുമ്പോൾ രാഹുലെ, പോലീസും വല്ലാത്ത വീർപ്പ് മുട്ടുകയാണ്. അല്ല, പോലീസുകാർ വെറും പോക്കറ്റ് അടിക്കാരായി മാറുന്ന ഒരു അല്ല, പോലീസ് വീർപ്പ് മുട്ടുകയാണ്. നല്ല അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന പോലീസുകാർക്ക് പോലും പണിയെടുക്കാൻ കഴിയുന്നില്ല. കാര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ കണ്ണൂര് നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണം നടന്ന് എത്രയോ മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് പോലീസ് ചെല്ലുന്നതിന്റെ സമയം എത്ര മണിക്കൂർ കഴിഞ്ഞാൽ. ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പോട്ട് പറഞ്ഞ ഉത്സവ പറമ്പിൽ വെച്ച് അടിച്ച് കൊന്നൊരു ചെറിയ പയ്യന്റെ കാര്യം പറഞ്ഞല്ലേ, ആ പയ്യനെ അടിച്ചു കൊന്നതിന് ശേഷം ഇപ്പോഴാണ് പോലീസുകാരന് ഒരു FIR ഇടുന്നത്. രാഹുലെ, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കാർ ഇടിച്ച് മരണപ്പെട്ടിട്ട് ആ കാർ ഇടിച്ച ആരാണ്? ആ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറെ ഇന്ന് ഈ നിമിഷം വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്കല്ലേ അവരുടെ കൂടെ പഠിച്ച പെൺകുട്ടികൾ പോയത്. ആ കുട്ടിയുടെ അവയവം ദാനം ചെയ്ത വിഷയം ഇന്നലെ നമ്മളെല്ലാം കണ്ടതല്ലേ. എന്നിട്ട് പോലീസ് സ്വമേധയാ കേസെടുത്തു. അപ്പോൾ ഈ പറയുന്ന പോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ സഖാക്കൾക്ക് കയറി മേയാനായിട്ടുള്ള ഒരു അവസരം, തീർച്ചയായിട്ടും ഇന്ന് ഇവിടുത്തെ എല്ലാ, അതായത് ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് ഏരിയ സെക്രട്ടറി വരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിരുന്ന് SIയുടെ കസാരയിൽ കയറിയിരുന്ന് കാലുമേ കാലും കയറ്റി വെക്കുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉള്ളത്. പോലീസുകാർ വായടച്ച് അമ്ര എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ കൂടെ നമ്മള് പോലീസിനെ മൊത്തത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. 40% പോലീസുകാരെങ്കിലും നന്നായിട്ട് പണിയെടുക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും. അല്ല, പോലീസുകാരിൽ ആർജവമുള്ള പോലീസുകാർ ഇപ്പോഴും നിരവധിയുണ്ട്. ഇവര് അതുകൊണ്ടാണ് പോലീസ് അസോസിയേഷനിൽ വരെ വഴക്കിടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങളിൽ മാത്രമാണ് വഴക്കിടക്കുന്നതെന്നാണ്. പോലീസ് അസോസിയേഷനിൽ എന്താണ് നടക്കുന്നത്? പോലീസ് അസോസിയേഷന്റെ പരിപാടിക്ക് SFIക്കാർ പോലീസിനെ അടിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു വിഭാഗം പോലീസുകാർ വന്നിട്ട് അങ്ങനൊന്നും അല്ല, അത് ആ അടിയൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത്, ആ പോലീസുകാരനെ 2 അടി കിട്ടണം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ കണ്ടാണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസിന്റെ കരുത്തുറ്റൊരു നേതാവാണ് സുധാകരൻ. അപ്പോ സുധാകരൻ മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. ഉറപ്പാണെങ്കിൽ നിയമസഭയിൽ ഉണ്ടാകും. നിയമസഭയിൽ ചെന്ന് ആഭ്യന്തരമന്ത്രി ആകുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോ പഴയ ചാനൽ എടുത്തിട്ട് സുധാകരന്റെ ഓൾഡ് വീഡിയോ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. ഓൾഡ് പോലീസ് സ്റ്റേഷൻ വീഡിയോ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വരും. പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു നിന്നിട്ട് പോലീസുകാരനോട് നീ ഓനെ അറസ്റ്റ് ചെയ്യാൻ വളർന്നോ എന്ന് ചോദിക്കുന്നൊരു സുധാകരനുണ്ട്. അതെ, കഴിഞ്ഞ കാലങ്ങളിൽ അല്ല, ഏത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും ആ പോലീസുകാരനോട് സംസാരിക്കാൻ കൃത്യമായിട്ട്, അതായത് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന പോലീസുകാരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനോ അനാവശ്യമായിട്ട് ജനങ്ങളെ ഉപദ്രവിക്കാൻ പോകുന്ന പോലീസുകാരെ കൈകാര്യം ചെയ്യാനും എല്ലാം സുധാകരന് കഴിയുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അതൊരു സുധാകരൻ ആഭ്യന്തരമന്ത്രി ആവുകയാണെങ്കിൽ അത് കേരളം കാണാത്ത ഒരു ആഭ്യന്തരമന്ത്രി ആയിരിക്കും. ഇതുവരെ കാണാത്ത, അതെ, ഒരു യാഥാർത്ഥ്യമായിരിക്കും.